ഒരു ഭീകര രാത്രി കവർന്നെടുത്ത സ്വപ്നങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട്. നിരവധി വീടുകളും മനുഷ്യരും ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇന്ന് അവശേഷിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രം. ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല. കാലുകുത്തിയാൽ കുഴിഞ്ഞു താഴേക്ക് പോകുന്ന അവസ്ഥ. വീടിന്റെ മുകളിലെ റൂഫിനൊപ്പം മണ്ണ് മൂടിയിരിക്കുന്നു. ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ഒന്നും വ്യക്തമല്ല. മുണ്ടക്കൈയെ ഒന്നാകെ മൂടിയ മണ്ണിനടിയിൽ നിന്ന് ഇനിയും കണ്ടെത്താൻ നിരവധി മനുഷ്യർ ബാക്കിയാണ്. ഒപ്പം മല്ലടിച്ചു നിൽക്കുന്ന കാലാവസ്ഥയും കൂടിയായപ്പോൾ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. എല്ലാ റിസ്കുകളും ഏറ്റെടുത്തുകൊണ്ടും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. കേരളമൊട്ടാകെ ദുരിതബാധിതർക്ക് വേണ്ടി പല വിധത്തിൽ സഹായങ്ങൾ എത്തിക്കുകയും ജനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. മെയ് മറന്ന സഹായങ്ങൾ തന്നെയാണ് ദുരന്ത മേഖല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹായങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, നിറമില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഹൃദ്യമായ കാഴ്ചയും. കരസേനയും വ്യോമസേനയും NDRF, SDRF, പോലീസ്, അഗ്നിരക്ഷ തുടങ്ങിയവരും നിരവധി സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദേശത്ത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുമുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കാനുള്ള നടപടികളും ഒപ്പം നടക്കുന്നുണ്ട്. കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ചെളിയിലും നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളുടെ അപര്യാപ്തതയും നേരിടുന്നുണ്ട്. എന്നാൽ ലഭ്യമാക്കാത്ത സാധനങ്ങളുടെ പരാതികൾ അവിടെ ഉയരുന്നില്ല. പകരം മറ്റൊരു വഴി കാണുകയാണ് ഓരോ ജീവന് വേണ്ടിയും. കണ്ണടച്ചു തുറക്കുമ്പോൾ കലിതുള്ളി നിൽക്കുന്ന പ്രകൃതിയെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം ഏത് രീതിയിലേക്കാണ് കാലാവസ്ഥ മാറുന്നതെന്ന് പറയാനാകുന്നില്ല. കാലെടുത്ത് വെക്കുന്നത് മൃതശരീരങ്ങളിലേക്കാണോ എന്ന ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ടു പോകുന്നത്. ദുരിത മേഖലയിലുള്ളവർക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുക എന്നതും രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതുമാണ് പ്രധാനമായും ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ദുരിത മേഖലയിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ സാധനങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ്. അവർക്കിനി ഒന്നുമില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും പൂർണ്ണമല്ല. അവർക്ക് പുതിയ സാധനങ്ങൾ നൽകുക എന്നത് മാത്രമാണ് ഉറപ്പുവരുത്തേണ്ടത്. 540ഓളം ഉണ്ടായിരുന്ന വീടുകളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 25ഓളം വീടുകൾ മാത്രമാണ്. 6ഓളം ലയങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി. അത്രത്തോളം തന്നെ തകർന്നു കിടക്കുന്നുമുണ്ട്. ജില്ലയിൽ 1726 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 7000-ലധികം പേരാണ് ക്യാമ്പുകളിലായിട്ടുള്ളത്. ദുരിതത്തിൽ 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 205 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതേസമയം 79 പുരുഷന്മാരും 64 സ്ത്രീകളും ഉൾപ്പെടെ 143 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതിൽ 75 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 225 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇനിയും 218 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ദുരന്ത മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാണാതായവരുടെ എണ്ണത്തിൽ പോലും കണക്കില്ലാത്തതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക തുടരുകയാണ്.